എന്റെ ചേട്ടാ ഹാർവാർഡ് ഉള്ളിത്തൊലിയെ കുറിച്ച് റിസർച്ച് നടത്തിയതിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത്? ഈ എക്സ് മുസ്ലിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു ഡേറ്റയും പറയൂല. കാര്യം അവർക്ക് ഡേറ്റ ഇല്ല. ഈ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളെ കോട്ട് ചെയ്ത ഒരു എക്സ് മുസ്ലിം സംസാരിക്കാത്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിലെ വിവരമുള്ള ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്നിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് രാഹുൽ ഈശ്വരനോടാണ്. ഇസ്ലാമിലെ അടിമത്തം ചർച്ച കേൾക്കാനാണ് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം പതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും വിവേകാനന്ദനുമായിട്ട് നമ്മൾ 2-3 മണിക്കൂറാണ്ട് പോയി. അങ്ങനെ ആ വാദത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എന്തൊരു വലിയ തെള്ളാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഹാർവാർഡ് എന്ന് കേട്ടു. എന്റെ ചേട്ടാ ഹാർവാർഡ് ഉള്ളിത്തൊലിയെ കുറിച്ച് റിസർച്ച് നടത്തിയതിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത്? ഹാർവാർഡ് ലോകത്തിൽ ഉള്ളിത്തൊലി എങ്ങനെ ഉണ്ടാക്കാം എന്ന് റിസർച്ച് നടത്തി, അതിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞത്? ലിയാഖത്താണോ ഇസ്ലാമിന്റെ അധികാരം? ലിയാഖത്തിനെ കാട്ടി എന്തായാലും ക്രെഡൻഷ്യലും ക്രെഡിബിലിറ്റി ഉള്ളത് ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റി അല്ലേ? അവരെന്തെങ്കിലും വേറെ കോപ്പിനെ കുറിച്ചല്ലോ ഈ മതത്തെക്കുറിച്ചും ഈ മതത്തിലെ അടിമത്തത്തെ കുറിച്ച് നടത്തിയ റിസർച്ചിനെ കോട്ട് ചെയ്തത്. അപ്പൊ അത് തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പം തിരിച്ചു പറയാനൊന്നുമില്ലാത്തപ്പം യൂണിവേഴ്സിറ്റി പഠനം വലിയ കാര്യമാണോ? പിന്നെന്താ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണോ കാര്യം? യൂണിവേഴ്സിറ്റി പഠനം അത് വലിയ കാര്യമൊന്നുമല്ല സാർ. അവർ വർഷങ്ങളോളം റിസർച്ച് നടത്തി, പിയർ റിവ്യൂ നടത്തി, അവരതിന്റെ ഗവേഷണം എടുത്തു, അതിന്റെ ഡോക്യുമെന്റ് എടുത്തു, ഡേറ്റ എടുത്തു. അത് വലിയ കാര്യമാണോ? പക്ഷേ ഐസിസുകാർ അങ്ങനെ അറിഞ്ഞില്ലോ. എന്റെ ചേട്ടാ ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജിനെ കോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? എന്ത് വലിയ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഇല്ലാത്ത വാദമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളെ കോട്ട് ചെയ്ത ഒരു എക്സ് മുസ്ലിം സംസാരിക്കാത്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിലെ വിവരമുള്ള ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്നിട്ടില്ല. ലോകത്തിലെ ഒരു വിവരമുള്ള യൂണിവേഴ്സിറ്റിയും ലോകത്തെ ഒരു പണ്ഡിതനും ഒരു അക്കാഡമിഷ്യനും നിങ്ങൾ പറയുന്ന ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്തുകൊണ്ട് നാദിയ മുറാദ് ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല? അനുഭവിച്ച സ്വന്തം സഹോദരന്മാർ മരിച്ചത് കണ്ട, സ്വന്തമായി റേപ്പ് ചെയ്യപ്പെട്ട നാദിയ മുറാദ് നിങ്ങൾ ഇസ്ലാമോഫോബിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാര്യം അവർക്കറിയാം അവിടെ അല്ല പ്രശ്നം കിടക്കുന്നത്. യസീദി പെൺകുട്ടിയായ നമ്മുടെ പാവപ്പെട്ട നാദിയ മുറാദിന്റെ വേദനയും മുതലാക്കി സ്വന്തം മനസ്സിലെ വിദ്വേഷവും ഇസ്ലാമോഫോബിയും വെളിയിൽ ചലിപ്പിക്കുകയാണ്. എന്നിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറ്റൂല. എന്നാലും ദേവസായ ഒരു കാര്യം, മുമ്പത്തെ ചർച്ചയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതൊക്കെ ഖത്തർ ഫണ്ട് കൊടുക്കുന്നതല്ലേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാദത്തിന് മറുവാദം പറയാനില്ലാത്തപ്പോ കാശ് കൊടുത്ത് പറയിക്കുന്നതാണെന്നോ യൂണിവേഴ്സിറ്റികൾക്ക് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വാദഗതിയുടെ പൊള്ളത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? 2-3 ഖുറാനിലെ വാചകങ്ങൾ ഞാൻ പറയണം, പുള്ളി 2-3 ഖുറാനിലെ വാചകം പറയണം, അവസാനം കൺക്ലൂഷനായി ഖുറാനിൽ കുറെ തെറ്റുണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് എക്സ് മുസ്ലിങ്ങളുടെ സ്ട്രാറ്റജി. അതെനിക്ക് ബാക്കി ആരെ കാട്ടി നന്നായിട്ട് അറിയാം. ഞാൻ 10-20 വർഷമായി തർക്കത്തിന്റെ മേഖല നിൽക്കുന്നു. അപ്പം വിശ്വാസികൾക്ക് ശരിയാ നമ്മുടെ കുറെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വിശ്വാസികളെ ധരിപ്പിക്കാന്ന് വിചാരിച്ചാൽ ഈ ഖുറാനെ പഠിച്ചവരെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഖുറാനിലെ വചനങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികളെ കോട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നവർ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വക്താക്കളാണ്. ഈ കോട്ട് ചെയ്യുന്നവർ സാധാരണക്കാരൊന്നുമല്ല. ഈ കോട്ട് ചെയ്യുന്നവർ വർഷങ്ങളോളം പഠിക്കുകയാണ്. ഇപ്പം ഇവിടുത്തെ ചർച്ചയിൽ ശ്രദ്ധിച്ചില്ലേ, ഞാൻ കൃത്യം നമ്പറുകൾ അടക്കം പറഞ്ഞു. എത്ര അടിമകൾ ഉണ്ടായിരുന്നു, എത്ര ശതമാനമായിരുന്നു അടിമകൾ, അന്നത്തെ ജനസംഖ്യയിലെ അടിമകളുടെ പ്രപ്പോർഷൻ എന്തായിരുന്നു, പ്രവാചകൻ മുഹമ്മദ് നബി എത്ര അടിമകളെ മോചിപ്പിച്ചു, ആ അടിമകൾക്ക് ശേഷം അതിന്റെ ഇമ്പാക്ട് എത്ര വരിലേക്ക് വന്നു. ഇതൊന്നും എന്റെ കയ്യിൽ പറയുന്നതല്ല, ആരോ മെനക്കെട്ടെന്ന് കണ്ടെത്തിയതാണ്. അത് പിയർ റിവ്യൂഡ് ആയതുകൊണ്ടും ലോകത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നതാണ്. അപ്പം ഇതിൽ അടിമ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇനി ഓരോന്നിനും എന്റെ PPT എടുത്ത് നോക്കിയാൽ അറിയാം. ഓരോ യൂണിവേഴ്സിറ്റി അവർ എവിടെ നിന്ന് ഡേറ്റ എടുത്തു, ആ ഡേറ്റയുടെ അടിസ്ഥാനം എന്താണ് എല്ലാം പറയും. ഈ എക്സ് മുസ്ലിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു ഡേറ്റയും പറയൂല. കാര്യം അവർക്ക് ഡേറ്റ ഇല്ല. ഈ ഡേറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെറിയ സംഭവമാണ്, അത് മാറിയും തോന്നും, ഡേറ്റ പറയൂല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വാദഗതികളിൽ തിരിച്ചില്ലാത്തതുകൊണ്ട് പറയും രാഹുൽ ഈശ്വർ ഖുറാനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന്.